ജീവപരിണാമം. പ്രപഞ്ചഗോളങ്ങളുടെ പ്രവർത്തനത്തിന്റെ തനത് സ്വഭാവത്തിൽ തന്നെ ജീവപ്രവർത്തനത്തിന്റെയും കേന്ദ്രീകൃതാവസ്ഥ സംഭവിക്കുന്നതിനെ തരമാകുന്നുള്ളൂ. എന്നാൽ വികസിതമായിക്കൊണ്ടിരുന്ന ശരീരഭാഗങ്ങൾ കേന്ദ്രത്തിന്റെ ആകർഷണം എന്ന നിയന്ത്രണം കാരണവും ഭാഗങ്ങളുടെ തന്നെ നിലനിൽപ്പിനു വേണ്ടിയും പ്രധാന ഭാഗമായ കേന്ദ്രത്തോട് കൂടുതൽ അടുക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ഒപ്പം അനിവാര്യമായ അകലം പാലിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം. നിലനിൽപ്പ് എന്നത് നിരന്തരമായ പ്രവർത്തനവും നിശ്ചിതമായ അകലം പാലിക്കലുമാണ്. തനതായ നിലനിൽപ്പിനായി നിശ്ചിതമായ അകലത്തിൽ നിലകൊള്ളുകയെന്നത് ഭൂമിയുടെയും ഇതര ഗോളങ്ങളുടെയും സ്വഭാവവുമാണ്. പ്രകൃതി വിശേഷങ്ങളുടെ പ്രാതിനിധ്യമായ ഓരോ അവയവവും സ്വയം സുരക്ഷിതമാവുന്ന ഈ പ്രക്രിയയുടെ ഫലമായി ഹൃദയം എന്ന കേന്ദ്രീകൃതമായ പ്രവർത്തനം പ്രകാശം ഉൾപ്പെടെയുള്ള പ്രകൃതിഭാവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിധം അല്ലാതായി തീരുകയും ചെയ്തു. ജീവികളുടെ അവയവങ്ങൾ ഓരോന്നും പഞ്ചഭൂതങ്ങളുടെ പ്രാതിനിധ്യവൽക്കരണമായി സംഭവിച്ചതാണ്. ജീവരൂപത്തിൽ അടങ്ങിയിരിക്കുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും ബാഹ്യപ്രപഞ്ചത്തിന്റെയും ഗുണവിശേഷങ്ങൾക്ക് ഒത്തവിധമുള്ള ജീവന്റെ നിക്ഷിപ്താവസ്ഥ സൂര്യപ്രകാശത്തിലേക്ക് ആകർഷിച്ചു വളരുന്നു. പ്രകാശം ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഊർജമാണ്. സൂര്യപ്രകാശം എന്ന സവിശേഷ പ്രാധാന്യമുള്ള ഊർജഭാവത്തിന്റെ ഉത്ഭവസ്ഥാനത്തേക്കുള്ള ആകർഷണ നിമിത്തമായി ജീവരൂപത്തിന്റെ ഒരു ഭാഗം മുമ്പോട്ട് വളരുന്നതിനൊപ്പം പ്രകാശമേൽക്കാതെ ഭൂമിയോട് ചേർന്ന് നിന്ന ഭാഗം ഭൂകേന്ദ്രത്തിലേക്കുള്ള ആകർഷണവും അനുഗുണ സ്വഭാവവും നിമിത്തമായി വിപരീത ദിശയിലേക്ക് വളരുകയും ചെയ്യുന്നു. ജീവരൂപത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാന കാരണം മുൻ പറഞ്ഞ പ്രകാരമായതിനാൽ ആദി ജീവാവസ്ഥ അല്പമാത്രം ആയിരിക്കുന്നുവെങ്കിലും ആകൃതിയില്ലാത്ത അവസ്ഥയും ഗോളാവസ്ഥയുമൊക്കെ പിന്നിട്ട് സ്വാഭാവികമായും നീളമുള്ള രൂപമായി വളരുകയും ചെയ്യുന്നു. ഭൂമിയിൽ ജനിച്ച് പ്രവർത്തനമാരംഭിച്ച ആദ്യ രൂപത്തിൽ തീർച്ചയായും ഭൂമിയുടെയും സൂര്യചന്ദ്രന്മാരുടെയുമെല്ലാം സൂക്ഷ്മമായ ആകർഷണ ഗുണവും പ്രവർത്തന വിശേഷതകളും അതേപോലെ തന്നെ പ്രകടമാവുകയും ചെയ്തു വന്നു. ഇങ്ങനെ ജീവൻ അഥവാ ജീവി വളരുന്നതിനൊപ്പം സൂര്യനും ഭൂമിയും ചന്ദ്രനും എന്നതുപോലെ ജീവരൂപത്തിൽ തന്നെ വിഘടനം സംഭവിച്ച് പ്രവർത്തിച്ചു നിൽക്കുന്നതിന് ഇടവരുന്നത് സ്വാഭാവികം മാത്രം. ജീവരൂപത്തിൽ സൂര്യപ്രകാശം ഏറ്റിരുന്നതും ഒപ്പം ചന്ദ്രന്റേതായ നിക്ഷിപ്താവസ്ഥ ഉണ്ടായിരുന്നതുമായ ഭാഗത്ത് ഊർജത്തിന്റെ പോസിറ്റീവ് ചാർജ് അഥവാ സൗരചാന്ദ്ര സംഗമഗുണം രൂപപ്പെട്ടു വരുന്നു. മറുഭാഗമാകട്ടെ ഭൂമി നിമിത്തം സംജാതമായതും വികസ്വരമായതും ഭൂമിയുടെ നിരന്തര സ്വാധീനമുള്ളതും ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് എന്ന് പറയാവുന്ന ഭൗമ സൗര ഗുണസംഗമമായി വികാസം പ്രാപിച്ച് വരികയും ചെയ്യുന്നു. രൂപസംഗമം എന്ന നിലയിൽ ഭൂമിക്കും ചന്ദ്രനും ഉള്ളതുപോലുള്ള പങ്ക് ജീവനിർമ്മാണത്തിൽ സൂര്യന് ഇല്ലാത്തതുകൊണ്ടും ഭൗമചന്ദ്രന്മാരിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനമായതിനാലും പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളായി പരിഗണിക്കാവുന്ന വളർച്ചാ വികാസങ്ങളിൽ സൂര്യന്റെ സ്വാധീനം ഒരേപോലെ ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ വികാസം പ്രാപിച്ചു വരുന്ന ജീവൻ എന്ന അവസ്ഥാവിശേഷത്തിൽ ഭൂമിയുടെയും ചന്ദ്രന്റെയും പ്രത്യക്ഷാവസ്ഥയുടെ വിഘടിത സ്വഭാവവും ഒപ്പം പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ ഗുണവിശേഷങ്ങളും നിക്ഷിപ്തമായി ജീവൻ അതീവ സങ്കീർണത ആയിത്തീരുകയും ചെയ്തുകൊണ്ടിരുന്നു. ശക്തി പ്രാപിക്കുകയും കാറ്റിനും ഒഴുക്കിനുമൊത്ത് സമുദ്രത്തിൽ ഇളകിയാടി നടക്കുകയും ചെയ്തിരുന്ന ജീവരൂപത്തിന്റെ ഭൂമിക്കും ചന്ദ്രനുമൊത്ത വിപരീത സ്വഭാവമുള്ള പ്രവർത്തനശേഷി നിമിത്തം രണ്ടെന്ന് തോന്നും വിധം ജീവരൂപം വേർപെടുന്നത് സ്വാഭാവികം മാത്രമാണ്. ഇவ்விധം വിഭജിതമായി രണ്ടായിത്തീരുന്ന ജീവരൂപത്തിന് തനതായ പരിണതി എന്ന നിലയിൽ
പുതിയ പ്രവർത്തനക്ഷമത കൈവരികയും ചെയ്യുന്നു. ഇவ்விധം രണ്ടായി വേർപെട്ട അല്പമാത്രമായ ഒരു ജീവരൂപമെന്നാൽ അതിലൊന്നിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുണവിശേഷങ്ങളും മറ്റേതിൽ സൂര്യന്റെയും ഭൂമിയുടെയും ഗുണവിശേഷങ്ങളും സങ്കീർണമായി സംഗമിച്ചത് ആയിത്തീരുന്നു. ഇപ്രകാരമുള്ള ജീവരൂപങ്ങൾ പ്രവർത്തനം ശക്തമാകുമ്പോൾ ചന്ദ്രനും ഭൂമിയും എന്ന പോലെ വിഘടിച്ച് നിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടല്ലാതെ വരാൻ തരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ എന്തിൽ നിന്ന് ജനിച്ചുവോ അത് ഉൾക്കൊള്ളുന്ന ഗുണവിശേഷങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഗതിയിലേക്ക് പരിണാമ അവസാനത്തിൽ വന്നുപെടും എന്നുള്ളത് സ്വാഭാവികമായ പരമാർത്ഥം മാത്രമായി മനസ്സിലാക്കേണ്ടി വരുന്നു. ഒരേ ജീവവിശേഷം തന്നെ വിഭജിതമായി രണ്ടായി നിൽക്കുന്നതും ആൺപെൺ വൈവിധ്യം ആയിത്തീരുന്നതുമായ ഈ അവസ്ഥയിൽ എത്തുന്ന പ്രവർത്തനം എന്നതിലൂടെ അത്യല്പമെങ്കിലും ചന്ദ്രന്റെയും ഭൂമിയുടെയും തനതു സ്വഭാവം ജീവരൂപത്തിൽ പ്രകടമാകുന്നതായി കണ്ടെത്താനാവുന്നു. സൗര ചാന്ദ്ര ഭൗമവിശേഷവും സൗര ഭൗമവിശേഷവുമായി പ്രാതിനിധ്യതരമായി വേർപെട്ട് ആണും പെണ്ണുമായി മാറുന്ന അവസ്ഥാവിശേഷം സംജാതമാകുന്നതാകട്ടെ ഭൂമിയിൽ ലഭ്യമാകുന്ന സകലവിധ അനുഭവ വൈവിധ്യങ്ങളുടെയും ഭൂമിക്ക് വെളിയിലുള്ള പ്രകാശത്തിന്റെയും ആകർഷണ വിശേഷത്തിന്റെയുമെല്ലാം ശക്തി സംഭരിച്ചുമാണ്. ഊർജവൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമായ ജീവൻ പഞ്ചഭൂതങ്ങളെ സംഗമിപ്പിച്ച് ശരീരമാക്കി പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് യോജ്യമായ അവസ്ഥ എന്ന നിലയിൽ പഞ്ചഭൂതങ്ങളുടെ പ്രാതിനിധ്യമായി ജീവന്റെ ആർജിത ശേഷിക്ക് ആനുപാതികമായി ജീവശരീരത്തിൽ അവയവ വൈവിധ്യങ്ങൾ ഉണ്ടാവേണ്ടതായുമിരിക്കുന്നു. ഭൂമിക്കും ചന്ദ്രനും ഒത്ത വിധം ഇവിധം വിഭജിതമായി നിൽക്കുന്ന ആണും പെണ്ണുമായ ജീവവിശേഷങ്ങൾ ഭൂമിയും ചന്ദ്രനും എന്ന പോലെ പരസ്പരം ആകർഷിക്കുകയും സാധ്യതകൾക്കും ലഭ്യമാവുന്ന ഊർജത്തിന്റെ അനുപാതത്തിനുമൊത്ത് സംഗമിച്ച് പ്രവർത്തിച്ച് നിൽക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നു. സൗരയൂഥ പദ്ധതി എന്ന അതികണിശമായ നിശ്ചയത്തിലൂടെ തുടർന്നു വരുന്ന ജീവന്റെ ആകർഷണ സംഗമ പ്രവർത്തനങ്ങൾ അല്പമാത്രമെന്ന് തോന്നാമെങ്കിലും ഭൗമചന്ദ്രന്മാരുടെ സത്താ സംഗമത്തിൽ നിന്ന് രൂപം പ്രാപിച്ചു വളർന്ന ആണും പെണ്ണുമായ സങ്കീർണ വൈഭവത്തിന്റെ സംഗമം എന്ന നിലയിൽ പുതിയതൊന്നിനെ ജനിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു എന്ന് കാണാം. ഇവിധം ജീവജാലങ്ങളിലെ സെക്സ് എന്ന പ്രവർത്തന പ്രതിഭാസം ഭൗമ ചന്ദ്ര സൂര്യന്മാരുടെ നിക്ഷിപ്ത സ്വഭാവ ഗുണവിശേഷങ്ങളുടെ സങ്കീർണത പ്രാപിച്ച ജീവതരമായ പുനരാവിഷ്കാരം ആകുന്നുവെന്ന് കണ്ടെത്താൻ കഴിയുന്നു. ഭൂമിയും ചന്ദ്രനും ചേർന്ന ഇത്തരമൊരു സംഗമ പ്രവർത്തനത്തിലൂടെ സംജാതമായ ആദി ജീവരൂപത്തിന് അതിന്റെ തനതായൊരു വിഭജനവും പുനരുൽപാദനവും സാധിക്കുന്നതിന് ഭൂമിയിൽ നിന്നും ബാഹ്യലോകത്തു നിന്നുമുള്ള പ്രകാശ ആകർഷണ ശക്തി വിശേഷങ്ങളായ ഊർജ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളേണ്ടതായി വരുന്നുവെന്നും കാണാനാവുന്നു. ഇവിധം ഊർജ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് വികസിതമായി തീർന്ന പ്രവർത്തനം സെക്സ് എന്ന അവസ്ഥാവിശേഷവും ജീവന്റെ പ്രവർത്തന വികാസത്തിന്റെ പരമോന്നതാവസ്ഥ എന്നത് സെക്സ് എന്ന് പറയാവുന്ന പ്രവർത്തനത്തിന്റെ പരിണത സമ്പൂർണതയും ആകുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ജീവരൂപം പ്രവർത്തനതരമായി രണ്ടായി വിഭജിതമാവുകയും പ്രത്യുൽപാദനശേഷി പ്രാപിച്ചു വരികയും ചെയ്യണമെങ്കിൽ തീർച്ചയായും ആദി ജീവരൂപത്തിൽ സംഭവിച്ചതുപോലെ പ്രകൃതിയിലെ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകളെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായി തീരുന്ന വിധത്തിലുള്ള പരിണാമതരമായ പുരോഗതിയും അനിവാര്യമായിരുന്നു. ഇതിനായി സെക്സ് എന്ന നിലയിൽ വിഭജിതമായി തീർന്നിരുന്ന ജീവരൂപത്തിൽ നിന്നുള്ള വികാസമായി വായു, ജലം, പ്രകാശം, ഭൗമസത്താഗുണം, ആകർഷണശക്തി തുടങ്ങിയ സൂക്ഷ്മഗുണങ്ങൾ ജീവനിൽ ഊർജമെന്ന നിലയിൽ സംഭരിക്കേണ്ടത് ഉണ്ടായിരുന്നുവെന്നും കാണാം. ആവശ്യങ്ങളുടെ അനിവാര്യത നിമിത്തമായി
ഇത്തരം അനുഭവങ്ങളെ സൂക്ഷ്മമായി ഉൾക്കൊള്ളാൻ പാകത്തിൽ ഈ വിഭജിതമായ ജീവരൂപങ്ങൾ വികസിതമായി കൊണ്ടിരുന്നതിൽ നിന്നാണ് അവയവങ്ങൾ എന്ന് വിളിക്കാവുന്ന രൂപതരമായ വികാസത്തിലേക്ക് ജീവശരീരങ്ങൾ വളർന്നു തുടങ്ങിയതും പ്രയോഗതരമായി യോഗ്യമായി തീർന്നതും എന്ന് തിരിച്ചറിയാനാവുന്നു. അഥവാ ജീവരൂപങ്ങളുടെ അനിവാര്യതയായ അവയവതരമായ വികാസത്തിന് വേണ്ടുന്ന നിക്ഷിപ്താവസ്ഥ സൂക്ഷ്മത പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്നുവെന്നും പ്രകൃതിയിൽ നിന്നും പ്രകൃതിയായി ജനിച്ച ജീവൻ അവയെല്ലാം ഉൾക്കൊള്ളേണ്ടതാകുന്നുവെന്നും കണ്ടെത്താനാവുന്നു. പൂർണ്ണതയെത്തിയ മനുഷ്യജീവൻ പ്രകൃതിയെ, പ്രപഞ്ചത്തെ അപ്പാടെ സൂക്ഷ്മതരമായി ഉൾക്കൊണ്ടു നിൽക്കുന്നു.